ഹലോ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ അടിപൊളി ആൻഡ് വെരി ടേസ്റ്റി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. എങ്ങനെ വളരെ പെട്ടെന്ന് ഒരു മട്ടൻ കറി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1/2 kg മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 സവോള, ഒരു തക്കാളി, മല്ലിയില, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയുമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ശേഷം ഒരു കുക്കർ വെക്കുക. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്ക്ക് പകരം നമുക്ക് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ആ നെയ്യൊന്ന് മെൽട്ടായി വന്ന ശേഷം നമ്മൾ ഹോൾ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെരുംജീരകം, ചെറിയൊരു പീസ് കറുവപ്പട്ട, 2 ഏലക്ക, ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കിന് നമ്മൾ അതിലേക്ക് 2 വലിയ സവോള സ്ലൈസ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സവോള നമുക്ക് നന്നായിട്ട് വഴട്ടിയെടുക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ സവോള പെട്ടെന്ന് തന്നെ വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ സവോള ഒന്ന് ചെറുതായി വഴണ്ട് തുടങ്ങുമ്പോഴത്തേക്കിന് ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ടേബിൾ സ്പൂൺ ഉണ്ട്, രണ്ടും അത് നമ്മൾ ക്രഷ് ചെയ്താണ്, പേസ്റ്റ് ഫോമിലൊന്നും ആക്കിയിട്ടില്ല. ഇനി അതും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വഴട്ടിയെടുക്കുക. നമ്മൾ ഈ മട്ടൻ കറിയൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് യൂഷ്വലി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയുടെ അളവ് കൂടുതലായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കറി ലീവ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പം തന്നെ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് അത്യാവശ്യം നന്നായിട്ട് എരിവുള്ളതാണ്. സോ അതൊന്ന് 3 ടീസ്പൂൺ. നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടിയുടെയൊക്കെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എരിവ് അധികം വേണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം പൊടിച്ചത്, പെരുംജീരകമല്ല നല്ല ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഒരു റോസ് സ്മെല്ല് പോകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പം എപ്പോഴും ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് ആ പച്ചമണമൊക്കെ പോയ ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്തും ചേർക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നന്നായി കുക്കായി വരണം. അതുപോലെ തന്നെ നമ്മൾ ആ ചേർത്തിട്ടുള്ള നെയ്യ് നമ്മുടെ ഗ്രേവിയിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഗ്രേവിയുടെ മുകളിൽ ഓയിൽ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ അത്രയും നേരം എന്ത് ചെയ്യുക, നമ്മൾ കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. നമ്മൾ ആ വെയിറ്റ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ ആ നെയ്യൊക്കെ ഒന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അത് കുക്കായി വന്നിട്ടുണ്ട്. സോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ തക്കാളിയെല്ലാം ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 3 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇത്. കടയിൽ നിന്ന് വാങ്ങിയ തൈരായതുകൊണ്ട് തന്നെ അധികം പുളിയൊന്നുമില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ ദിവസം കഴിയുന്തോറും പുളി വരും. സോ അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്തത് മതി. പിന്നെ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് എന്ത് ചെയ്യുക, അതും ആ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. സോ ഇപ്പോഴത്തേന് നമ്മളത് നന്നായിട്ട് ആ ഒരു തൈരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഗ്രേവി സെറ്റായിട്ടുണ്ട്. സോ ഇനി ഇതിലേക്ക് നമുക്കിനി മട്ടൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് രാവിലെയാണ്, സൺഡേ ആയതുകൊണ്ട് ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കാമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചത്. സോ അങ്ങനെ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ്. സോ ഇത് നമുക്ക് ഹോം ഡെലിവറി ചെയ്ത് തരും, ഇങ്ങനെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ ഇത് 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. അധികം നെയ്യൊന്നും ഇല്ലാത്ത നല്ല പീസസ് ആണ്. അപ്പോൾ നമ്മൾ ആ പീസസ് 2 പോർഷനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ആ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പം മട്ടൻ്റെ എനിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അധികം ഒത്തിരി മസാല ഇട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ പൊടികളെല്ലാം വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ ഇതുവരെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് വളരെ ഇഷ്ടമാണ് മട്ടനിൽ. നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇനി ആ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മട്ടനിൽ നിന്നുള്ള വെള്ളം എക്സ്ട്രാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ആ വെള്ളമെല്ലാം മട്ടനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് എന്ത് ചെയ്യുക, ബോയിൽ ചെയ്ത് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ മല്ലിയിലയും അതുപോലെ തന്നെ ഇനി ഗരം മസാല ആഡ് ചെയ്യണം. സോ നമ്മളിവിടെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത ഉലുവ, അതിൻ്റെ പൊടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവാപ്പൊടിക്ക് വരെ നമ്മൾ മേത്തി ലീവ്സ് എന്ന് പറയും, ഈ ഉലുവയുടെ ഇല കിട്ടും നമുക്ക്, അത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തിക്കായിട്ട് വേണോ ഗ്രേവി അതോ കുറച്ച് ലൂസായിട്ട് വേണോ എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചൊരു റോസ്റ്റ് ഫോമിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ വെള്ളം 1 ഗ്ലാസ് ആയിട്ട് ലിമിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അഥവാ വെള്ളം കൂടുതലാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത ശേഷം അത് ബോയിൽ ചെയ്ത് വറ്റിച്ചെടുക്കാവുന്നതാണ്. സോ നമ്മൾ പിന്നെ ഇനിയും എരിവും പുളിയൊക്കെ ഉപ്പ് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്കിവിടെ ഉപ്പ് കുറവായിട്ട് തോന്നി, സോ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ജസ്റ്റ് ബോയിലായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് 6 to 7 വിസിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 6 to 7 വിസിൽസ് ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മട്ടൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ, കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ വിസിലിൻ്റെ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. സോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. അപ്പത്തേ നമ്മുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സായി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗ്രേവി കൂടുതലാക്കിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇനി ഇത് ബോയിൽ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം വറ്റിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും ഗരം മസാലയും കൂടി ഇട്ട് ഇനി നമുക്ക് ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാനൊരു 3 to 5 മിനിറ്റ്സ് ഇവിടെ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിൽ എപ്പോൾ നമ്മൾ ചിക്കൻ കറി, സാമ്പാർ എന്ത് പ്രിപ്പയർ ചെയ്താലും നമ്മൾ ആ കുക്കറിനെ ഒന്ന് ഓപ്പൺ ആക്കിയ ശേഷം കുറച്ച് നേരം ഒന്ന് ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനിയിപ്പം ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉപ്പും എരിവും എല്ലാം വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി, അപ്പം ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. അപ്പം യൂഷ്വലി നമ്മൾ കുക്കറിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ലൈക്ക് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ആ ഒന്ന് എടുത്ത ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ആ എക്സ്ട്രാ വാട്ടർ ഒന്ന് വറ്റിച്ചെടുക്കുന്നത് ടേസ്റ്റ് നന്നായിട്ട് തരും. സോ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സൺഡേയിൽ ഒരു നോൺ വെജ് ഇല്ലെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് കംപ്ലീറ്റ് ആവത്തില്ലല്ലോ. അപ്പം നെക്സ്റ്റ് ടൈം ചിക്കനൊക്കെ പകരമായിട്ട് ഈസി ആയിട്ടുള്ള ഈ മട്ടൻ കറി പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഞങ്ങൾ റൈസിൻ്റെ കൂട്ടത്തിലാണ് കോമ്പിനേഷൻ ചെയ്തത്. നമുക്ക് എന്ത് ബ്രെഡ് ഐറ്റംസ്, റൈസ് എന്തിൻ്റെ കൂട്ടത്തിലും കോംബോ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മട്ടൻ കറി റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ലുക്ക് പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. ടേസ്റ്റ് 100% ഗ്യാരണ്ടി. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോ വരെ താങ്ക് യു ഗൈസ്.